ഉപവാസ പ്രാർത്ഥനയാണല്ലോ. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ചിന്തകൾക്ക് വേണ്ടി നമുക്ക് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 3-ാം അധ്യായം 18-ാം വാക്യം, 3 വാക്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. 1-ാം അധ്യായം 2-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 3-ാം അധ്യായം 18-ാമത് വാക്യം. 3 വാക്യങ്ങൾ നമുക്ക് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ദീർഘവർഷങ്ങളായി ഇവിടെയുള്ള പെന്തക്കോസ്ത് ദൈവദാസന്മാരും ദൈവമക്കളും ഒരു ഫെലോഷിപ്പായി കൂടി ആണ്ടിൻ്റെ ഒരു 7 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന യോഗങ്ങൾ മുടങ്ങാതെ ഈ വർഷവും നടത്തുവാൻ ചുമതലപ്പെട്ടവരുടെ ഉള്ളത്തിൽ നൽകിയ വലിയ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗങ്ങൾ ഈ ദിവസങ്ങളിൽ പകലുള്ള സൂം മീറ്റിങ്ങും രാത്രിയുള്ള പൊതുയോഗങ്ങളും കടന്നു വരുന്ന ദൈവമക്കൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവ വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായിട്ട് ഇന്ന് രാത്രി ദൈവം തുറന്നു നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. ദൈവാത്മ മണ്ഡലങ്ങൾ ഈ രാത്രി തുറക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. മുഴുമകത്വം ഈ രാത്രി അങ്ങെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കും. ഒന്നുകൂടെ ആരോഗ്യത്തോടും പ്രത്യാശയോടും ദൈവത്തെ സ്തുതിച്ചാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആവർത്തിച്ച് നിങ്ങളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നൊന്നുമില്ല. അതൊരു നിങ്ങൾക്കൊരു അഗോചരമായി മാറാതിരിക്കാൻ വളരെ സംയമനം പാലിച്ച് ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരുടെ ഗണത്തിൽ മൊത്തം പ്രവാചകന്മാരെ 2ആയി തിരിച്ചാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 1 വലിയ പ്രവാചകന്മാരും 2 ചെറിയ പ്രവാചകന്മാർ. അവരുടെ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല അങ്ങനെ വേർതിരിച്ചത്. യെശയ്യാവും ഇരമ്യാവും യെഗസ്കിയേലും ദാനിയേലും കുറേയേറെ പ്രവചിച്ചു. അതുകൊണ്ട് അവർ വലിയ പ്രവാചകന്മാരായി. അതിനുശേഷമുള്ള 12 പ്രവാചകന്മാർ കുറേച്ചേ പ്രവചിച്ചുള്ളൂ. അതുകൊണ്ട് അവരെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിലുള്ള ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാത പ്രാർത്ഥനയാണ് ഒരു പ്രവചന പുസ്തകമായി മാറിയത്. രാവിലെ എണ്ണീച്ചൊന്ന് പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥിച്ചത് നമുക്കെല്ലാം കൂടെ ധ്യാനിക്കാനുള്ള ഒരു നല്ല പ്രവാചക പുസ്തകമായി മാറിയതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. 3 അധ്യായങ്ങൾ മാത്രമുള്ള 56 വാക്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു പ്രവചനത്തിൽ കരയുന്ന ഒരു പ്രവാചകനെ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. സാധാരണ കരച്ചിലല്ല, അയ്യം വിളിച്ചുള്ള കരച്ചിൽ. 1-ാമത്തെ വാക്യം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിച്ച് നിലവിളിക്കും. 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് ബഹളം വെക്കുന്ന പ്രവാചകനല്ല. കരഞ്ഞ വിഷയത്തിന് എന്തെങ്കിലും ഒരു മറുപടി ദൈവം തരുന്നോന്നറിയാൻ കാത്തിരിക്കുന്ന പ്രവാചകനാണ് 2-ാം അധ്യായത്തിൽ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 1-ാം അധ്യായത്തിൽ താൻ എന്ത് ചെയ്തു? അയ്യം വിളിച്ചു കരഞ്ഞു. 2-ാം അധ്യായത്തിൽ കരച്ചിൽ തുടർന്നില്ല. കരഞ്ഞ വിഷയങ്ങൾക്ക്
കരച്ചിൽ കേട്ട ദൈവം എന്തെങ്കിലും ഒരു മറുപടി തരുമോ എന്നറിയാനായി കാത്തിരിക്കുന്ന പ്രവാചകൻ. 3-ാം അധ്യായത്തിൽ മറുപടി കേട്ട് ആനന്ദിക്കുന്ന പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അയ്യം വിളിച്ച് കരഞ്ഞു തുടങ്ങി, ആനന്ദിച്ച് അവസാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ 7 ദിവസത്തെ ഫെലോഷിപ്പിന്റെ ഉപവാസ പ്രാർത്ഥനയാണ്. ഈ തുടങ്ങിയ പ്രാർത്ഥന 7-ാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ ആനന്ദിച്ചവസാനിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ ഏറ്റവും മാതൃകയുള്ള ആള്, ഏറ്റവും മാതൃകയുള്ള ആള് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കർത്താവിനോളം പ്രാർത്ഥനയ്ക്ക് മാതൃകയാക്കി വെക്കാൻ കൊള്ളാവുന്ന ആരുമില്ല. ഏറ്റവും നല്ല പ്രാർത്ഥനാ വീരൻ, പ്രാർത്ഥനാ മനുഷ്യൻ, മനുഷ്യനെന്നുള്ള നിലയിൽ യേശുവായിരുന്നു. അത് മത്തായിയെ കൊണ്ടും മർക്കോസിനെ കൊണ്ടും യോഹന്നാനെ കൊണ്ടും എഴുതിപ്പിക്കാതെ യേശുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിച്ച ലൂക്കോസിനെ കൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ കൂടുതലും ദൈവം എഴുതിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. മത്തായി രാജാവായിട്ടും മർക്കോസ് ദാസനായിട്ടും യോഹന്നാൻ ദൈവവുമായിട്ട് വെളിപ്പെടുത്തിയപ്പോൾ ഒരു തികഞ്ഞ മനുഷ്യനായി വെളിപ്പെടുത്തിയ ലൂക്കോസ് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 1-ാമത്തെ പ്രാർത്ഥന സ്നാനക്കടവിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 1-ാം വാക്യം മുതൽ വായിക്കേണ്ടതാണെങ്കിലും നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടും എടുത്ത വാക്യത്തോട് നീതി പുലർത്തേണ്ടത് കൊണ്ടും നമുക്ക് തിരിച്ച് ഹബക്കൂക്കിൽ വരേണ്ടത് കൊണ്ടും യോഗം സമയത്ത് നിർത്തേണ്ടത് കൊണ്ടും ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല. എങ്കിലും ഒന്ന് ഓർപ്പിച്ചു വിടാം. 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. പ്രാർത്ഥനയ്ക്കൊരു റിസൾട്ട് ഉണ്ടാകണേ. വാ തുറന്നിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റു. സ്നാനമേറ്റും വെച്ച് നേരെ ബാത്റൂമിലോട്ട് ഡ്രസ്സ് മാറാൻ പോയെന്നല്ല എഴുതിയേക്കുന്നു. ഡ്രസ്സ് മാറിയിട്ട് സ്നാനപ്പെടുത്തിയ പാസ്റ്ററുടെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തെന്നല്ല എഴുതിയേക്കുന്നത്. നമ്മുടെ വെപ്രാളം അതൊക്കെയാണ്. നേരെ ഡ്രസ്സ് മാറാൻ പോന്നു, പിന്നെ ഫോട്ടോ എടുക്കാൻ പോന്നു, അത് ആരാധനയ്ക്ക് കയറുന്നതിന് പിന്നെ ലൈവിനകത്ത് ഇടുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ യേശു താനും സ്നാനപ്പെട്ടു. ആ കടവിൽ വെച്ച് തന്നെ വെള്ളത്തിൽ നിന്ന് ഉയർന്ന ഉടനെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. 1-ാമത്തെ റിസൾട്ട്, പ്രാർത്ഥിച്ചവന്റെ മുകളിൽ, ബാക്കി നിങ്ങൾ പറ. ഈ 7 ദിവസം നമ്മളെല്ലാം കൂടെ വന്ന് കുറച്ചുപേര് വീട്ടിലും സൂമിലും ഇവിടെ എല്ലാം വന്നിട്ട് ബഹളം വെച്ച് പോയിട്ടൊന്നും കാര്യമില്ല. സ്വർഗം തുറക്കണം. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം തുറക്കണം. ഈ ദിനങ്ങളിൽ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ഓ റബ ശംധര റബഷ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന സ്വർഗത്തിന്റെ ഡിജിറ്റൽ ലോക്ക് തുറക്കുന്നതാണ്. ഇവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ തുറക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിന്റെ ഡിജിറ്റൽ ലോക്ക് നിന്റെ കൈ ദൈവം തന്നിരിക്കുകയാണ്. ഈ രാത്രി ആൾക്കൂട്ടത്തിലൊന്നും കാര്യമില്ല. നിന്റെ കയ്യിൽ ദൈവം സ്വർഗം തുറക്കുന്ന, സ്വർഗത്തെ ചലിപ്പിക്കുന്ന ഒരു താക്കോല് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇത് സ്വർഗം തുറക്കുന്നത്. ഓ റബല ബല 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 ബസ്.
രണ്ട് വായിച്ചേ, ആ വാക്യം വായിച്ചേ. ആ അടുത്തത് അവിടെ തുറന്നിട്ട് ഒരു സംഭവം നടന്നു. പ്രാർത്ഥിച്ചവന്റെ മേൽ മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിച്ചവന്റെ മേൽ അടുത്ത ഒരു 3.5 വർഷത്തേക്കുള്ള ദൈവിക ശുശ്രൂഷകളുടെ നിവർത്തിക്ക് ആവശ്യമായ ആത്മാവ് ഉയരത്തിൽ നിറങ്ങി വന്നു. ഈ രാത്രി പ്രാർത്ഥന തുടങ്ങിയ രാത്രിയിൽ നിന്റെ മീതെ സ്വർഗം തുറന്നിട്ട് നിന്റെ മേലൊരു ആത്മസാന്നിധ്യം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ നോക്കിയേ, വെള്ളത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷേ ആത്മാവിന്റെ ഒരു മൂവിങ് ഉണ്ടായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 7 ദിവസം വന്നു, 7 ദിവസം PC ചെറിയ, 3 ദിവസം അനീഷ് കാവാല, 3 ദിവസം പിന്നെ വേറൊരു ദൈവദാസന്. എല്ലാം കഴിഞ്ഞ് യോഗം തിരുന്ന് വണ്ടിക്കൂലിയും കൊടുത്ത് വിട്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെത്ര വർഷമായി തുടങ്ങിയിട്ട്? ഓരോ ആണ്ടിലും ആളിന്റെ എണ്ണം കുറഞ്ഞോ കൂടിയോ? ഒന്ന് പറഞ്ഞേരേ, ആളുകളുടെ എണ്ണം യോഗത്തിന് വരുന്നത് കൂടിയോ കുറഞ്ഞോ? നമ്മളിപ്പോ ആരെയാ കുറ്റം പറഞ്ഞറിയാമോ? കോവിഡ് വന്നു, കോവിഡ് 19 വന്ന് 21 ആരംഭം തന്നെ പുള്ളി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. കോവിഡ് കഴിഞ്ഞിട്ട് 3 വർഷമായി. നമ്മളിപ്പോഴും ആ കെയർ ഓഫിൽ യോഗ സൂമി വെച്ചേക്കുക. എന്നോട് പിണങ്ങല്ലേ. നമ്മൾ ഇന്നും കുറ്റം പറയുന്ന ആരെയാണ്? കോവിഡിന്. പക്ഷെ അത് വന്നപ്പോൾ കുറച്ചു പേർക്ക് ഒരു മാനസാന്തരം ഉണ്ടായിരുന്നു. കാരണം ഈ കൂട്ടമായിട്ട് ടിപ്പർ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി JCB കൊണ്ട് പാത്തി കോരി ഈ എന്തോന്ന് പ്ലാസ്റ്റിക് കൂടിനകത്ത് സിപ്പിട്ടെല്ലാം കൂട്ടമായിട്ടിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയപ്പോൾ അവന്റെ മണ്ടയ്ക്ക് മണ്ണിട്ട് എന്റെ മണ്ടയ്ക്ക് ഇടാതിരിക്കാൻ വേണ്ടി ഒരു പേടി. ഞാനും PP കിറ്റ് ഇട്ട് ശവടക്കിയായിരുന്നു. PP കിറ്റ് അടങ്ങിയ കൃപയാൽ എനിക്ക് വന്നില്ല കേട്ടോ, വരാതിരിക്കട്ടെ. അപ്പൊ നമുക്കൊക്കെ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായപ്പോൾ ചെറിയൊരു മാനസാന്തരമൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം കോവിഡിന്റെ അത് പോയെങ്കിലും കോവിഡിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ മുതലെടുത്തുകൊണ്ടിരിക്കുക. അത് ഈ രാത്രി മാറണം. അത് മാറണമെങ്കിൽ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിലെങ്കിലും സ്വർഗം തുറക്കണം. തുറന്ന സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ ഒരു മൂവിങ് സഭയ്ക്കകത്തേക്ക് ഇറങ്ങി വരണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പട്ടണത്തിൽ, ഈ ഫിലദൽഫിയ പട്ടണത്തിൽ സഭകൾക്കകത്തൊരു ചലനമുണ്ടാകണമെങ്കിൽ ഏത് ഇന്റർനാഷണൽ പ്രീച്ചർ വന്നാലും ഉണ്ടാകത്തില്ല. ഇവിടെ ആത്മാവിന്റെ മൂവിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ രാത്രി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 3 സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്ന പോലെ, പ്രാവായിട്ടല്ല കേട്ടോ. നമ്മൾ തെറ്റിദ്ധരിച്ച് എല്ലായിടത്തും പ്രാവിനെ വരച്ച് വെച്ചേക്ക. പ്രാവായിട്ടല്ല. കണ്ടാല് അങ്ങനെ നമുക്ക് തോന്നും. ഒരു ഒറ്റ നോട്ടത്തിൽ പ്രാവ് പോലെ ഒരു മൂവി. പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അടുത്ത വാക്യം, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന PC ചെറിയാന്റെ ശബ്ദമാണ്. 2 ദിവസം കഴിഞ്ഞ് അനീഷിന്റെ കേൾക്കും. പക്ഷെ പ്രാർത്ഥിച്ചിടത്ത് കേട്ടത് സ്വർഗത്തിലെ ശബ്ദമാണ്. എന്നോട് പിണങ്ങല്ലേ. പ്രാർത്ഥിക്കുമ്പോ കേൾക്കേണ്ടത് ഉപദേശിയുടെ ശബ്ദമല്ല, സ്വർഗത്തിൽ നിന്ന് ചില അരുളപ്പാടുകൾ
ഈ പ്രാർത്ഥന എത്ര പേര് കൊതിക്കുന്നുണ്ട്? ദൈവശബ്ദം കേൾക്കാൻ, ആളത്തമായി വെളിപ്പെട്ടു വരുന്ന ആത്മസാന്നിധ്യത്തിൽ അരുളപ്പാടുകൾ പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിന്റെ കാതുകളെ തുറക്കുന്ന രാത്രിയാകട്ടെ. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിന്റെ ഇറങ്ങി വരവിൽ, ആ മൂവിങ്ങിൽ ദൈവത്തിന്റെ അരുളപ്പാട്. രണ്ടാമത്തെ പ്രാർത്ഥന 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അതേ പുസ്തകം. മാറിപ്പോയെന്നാണോ വാങ്ങിപ്പോയെന്നാണോ? രണ്ട് ശരിയാ. ജനമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് തനിച്ചു വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവന്റെ പേര് പരന്നു. എപ്പോഴാണ് യേശുവിന്റെ പേര് പരക്കാൻ തുടങ്ങി? ഹലോ, തനിച്ചു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. നമ്മളെ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും ഒക്കെ ഭയങ്കര എളുപ്പമായതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നവരാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ്ടെയൊക്കെ നന്നാക്കാൻ നടക്കുക, ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച് നിങ്ങളെ നന്നാക്കാൻ എൻ്റെ ആഗ്രഹം. ഹലോ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്നും പറഞ്ഞ ഒന്നും അങ്ങനൊന്നും പെട്ടെന്നൊന്നും നന്നാകത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ സ്വയം നന്നാകണമെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. സന്തോഷം ഉണ്ടെങ്കിലേ സ്തോത്രം പറയാവുള്ളൂ. ഹല്ലേലൂയ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഗ്ലോറി പറയാനോ ഹല്ലേലൂയ പറയാനോ ആരുമില്ല. നിർജ്ജന പ്രദേശം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തന്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരാത്ത നിലയിൽ താനും തന്റെ പിതാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മറ്റാരുടെയും ഒരു അരോചകത്വം വരാതിരിക്കാൻ താൻ ഏകനായി വാങ്ങിപ്പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നിന്റെ കുടുംബത്തിന്റെ അകത്തെ ഇരുട്ട് മാറണമെങ്കിൽ, നിന്റെ തലമുറയുടെ അന്ധകാരം മാറണമെങ്കിൽ, ദേശത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ, ഹല്ലേലൂയ, ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു രാജ്യമാണ് കൃപയാൽ നിങ്ങൾ പാർക്കുന്ന അമേരിക്ക. ഞങ്ങൾ പാർക്കുന്ന കേരളത്തിലൊന്നും ഈ സുരക്ഷിതത്വം ഇല്ല. 58 വർഷം മുമ്പേ ഒരു അബദ്ധം ഉണ്ടായ ശേഷം ഇവിടെ അങ്ങനെ വലിയ അബദ്ധമൊക്കെ ഉണ്ടാകാതിരിക്കുകയായിരുന്നെങ്കിലും മിനിഞ്ഞാന്നുണ്ടായല്ലോ. ഉണ്ടായില്ലേ? ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? നിന്റെ ചെവിയുടെ സൈഡിൽ കൂടെ എപ്പോഴാ വരുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഒരു ചെറുക്കന് വട്ട് കയറിയാൽ മതി. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ വൈരാഗ്യമൊന്നും വേണ്ട. നമ്മൾ സ്വതന്ത്രം പറഞ്ഞില്ല. അവൻ MDMA ആണോ കഴിച്ചത്, വേറെ വല്ലതാണോ നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന് വട്ട് കയറിയ 10-20 പിള്ളേരെയൊക്കെ ചുമ്മാ അടിച്ചു തീർത്തിട്ട് അവൻ പോകുന്നു. അവന്റെ കൈ സൂത്രം ഇരിക്കുകയല്ലേ. ഇവിടെ ആരും സുരക്ഷിതരൊന്നുമല്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളൊരു വാക്യം വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇപ്പൊ ഇന്നലെ ആ വെടിവെച്ച് ചേർക്കാനുണ്ടായ അസുഖമാണ്. അവരോ പ്രാന്ത് നിറഞ്ഞവരായി. അന്നേരം നീ എന്നോ ചെയ്യണം. 12-ാമത്തെ വാക്യം. നാട്ടുകാർക്ക് പ്രാന്തിളകുമ്പോ നീ പ്രാർത്ഥിക്കാൻ കയറിക്കോണം. സന്തോഷമുള്ള സ്തോത്രം പറയാവുള്ളൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, നാട്ടുകാർക്ക് പ്രാന്തിളകുമ്പോൾ സഭയ്ക്കൊരു ജോലിയുണ്ട്.
സഭ പ്രാർത്ഥിക്കാൻ കയറിക്കോണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചോണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പ്രസംഗവും ശുശ്രൂഷയും ഒക്കെ കണ്ടപ്പോ നാട്ടുകാരെല്ലാം കൂടെ ഗ്ലോറി പറഞ്ഞെന്നല്ല, അവർക്ക് ഭ്രാന്ത് കയറി. വിടുതലുകൾ എവിടെ വെടിപ്പെട്ടാലും കുറച്ചു പേർക്ക് ഭ്രാന്തളവും. ഹലോ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവന് ഭ്രാന്ത് കയറും. ഹല്ലേലൂയ. അവന് ഭ്രാന്ത് കയറുമ്പോ നീ ഭ്രാന്തനാകല്ലേ, നീ അന്നേരം പ്രാർത്ഥിക്കാൻ കയറിക്കോണം. നീ പ്രാർത്ഥിക്കാൻ കയറിയാൽ ഇറങ്ങി വരുന്നൊരു വിടുതലുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശകുരി. ഹല്ലേലൂയ. ചുടബലബലബലവശ് അർധുരമനാദരാദര ജഗൽക്കമനവംശസ്യ. ഹല്ലേലൂയ. ഓ രക്തതാലേ ജയം. അഞ്ചാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു, ശുശ്രൂഷ തെളിഞ്ഞു, പേര് പരന്നു. ജനമെല്ലാം അവന്റെ വായിലെ വാക്കുകൾ കേൾക്കാൻ കൊതിച്ചു. ആ ലാവണ്യ വാക്കുകളുടെ പിന്നാലെ ജനം ഒഴുകി. 2-3 ദിവസം കഴിഞ്ഞാലും ജനം വീട്ടിൽ പോത്തില്ല. ഇത് കണ്ടപ്പോൾ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന വ്യാപാരങ്ങൾക്ക് ഭ്രാന്ത് കയറി. ഹല്ലേലൂയ. ഭ്രാന്ത് കയറിയപ്പോൾ യേശു ഒരു കാര്യം ചെയ്തു. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ കഴിച്ചു. ഇന്ന് രാത്രി സഭയോട് ഞാൻ ഒരു കാര്യം ദൂതായി പറയാം. പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ സഭ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്താൻ ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരം ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. സഭ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങള്. ഉടമരമനകൾ കരദുരജാലക റീപരാധര വൈഡകരിബല. ഹല്ലേലൂയ. ഓ, കുമാർക്ക് ഭ്രാന്ത് കയറിയ സംഭവം എന്നാന്നറിയാം. യേശു പള്ളി വന്നപ്പോ ഒരുത്തന് കൈ അടിക്കണമുണ്ട്, പക്ഷെ ഒരു കൈയേ ഉള്ളു, മറ്റേ കൈ ഇങ്ങനെ ഇരിക്കുക. അവന്റെ കൈ ജനിച്ചപ്പോ തൊട്ട് അങ്ങനെ ഇരിക്കുക. അപ്പൊ എല്ലാരും കൈ അടിക്കുമ്പോൾ അവനാ മറ്റേ കൈ ഇങ്ങനെ തോളത്തൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്, പക്ഷെ അവന് കൈ അടിക്കാനായിട്ട് കഴിയുന്നില്ല. അവന്റെ കൈ വരണ്ടിരിക്കുക. അപ്പൊ യേശു പറഞ്ഞ് കൈ നൂർക്കടാന്ന് പറഞ്ഞു. അവൻ കൈ നൂർത്തു, വരൾച്ച മാറി. ഇത് കണ്ടപ്പോൾ അവന്മാർക്കെല്ലാം കൂടെ ഭ്രാന്ത് കയറി. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം. പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് വരൾച്ച മാറാനൊക്കെയാണ്. പക്ഷെ മാറിയപ്പോൾ പ്രാർത്ഥിച്ചവൻ എന്തോ ഇളകി പാറ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ പ്രാർത്ഥിച്ചെങ്കിലും വരൾച്ച മാറാനാണോ പ്രാർത്ഥിക്കുന്നത്? എന്നോട് പിണങ്ങല്ലേ. ഇപ്പൊ റോബിൻസൺ പാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത ദൈവദാസനോ പറയുകയാണ്, നമ്മുടെ തോമാച്ചൻ ബ്രദറിന്റെ കൈയുടെ വരൾച്ച മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിപ്പോൾ നമ്മുടെ മറിയമ്മ പ്രാർത്ഥിക്കും. മറിയമ്മയുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഒരു കാരണവശാലും അവന്റെ കൈയുടെ വരൾച്ച എന്ത് ചെയ്യരുത്. പക്ഷെ പാസ്റ്റർക്ക് അതറിയത്തില്ല. പാവത്തം പേര് പറഞ്ഞ ആരുടെയാ പറ. സ്തോത്രം. അപ്പൊ കർത്താവ് വന്നിട്ട് പറഞ്ഞു വരൾച്ച മാറട്ടെ. പറഞ്ഞപ്പോ ഇവന്റെ കൈ അങ്ങ് ഇത് കണ്ടപ്പോ ജനമെല്ലാം കൂടെ ഓ ഗ്ലോറി പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞെന്നല്ല, ജനത്തിനെല്ലാം കൂടെ എന്തോ കേറി. എന്റെ പ്രിയരെ, പ്രാർത്ഥനയൊക്കെ ആണെങ്കിലും, ആലയത്തിന്റെ പേര് പ്രാർത്ഥനാലയം എന്നാണെങ്കിലും നിന്റെ വിടുതൽ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. സന്തോഷം ഉണ്ടേ കൈയടിക്കാവുള്ളൂ. ഒരിക്കലും നിന്റെ വിടുതൽ ആഗ്രഹിക്കാത്ത കുറച്ചു പേരുണ്ട്. ഓ ദീപ രമല രമന ഹല്ലേലൂയ
സുഡൽക്കമനദര ജല രൗഷാരമനാദര വൈഡാരബലഗർഷിസ് അർഥുരമനാദരാജല റൗഡാരബലഗർഖന. ഹല്ലേലൂയ. അക്കാലത്ത് ജനത്തിന്, 11ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. അക്കാലത്ത്, അപ്പോ അങ്ങനെ ഒരു കാലമുണ്ട്, വിടുതൽ വെളിപ്പെടുന്ന കാലം. ഞങ്ങളുടെ ബെച്ചുച്ചിറക്കാരിയായ നമ്മുടെ സഹോദരി ഷേർലി, കുഞ്ഞുമോന്, നമ്മുടെ അമ്മാമ്മയൊക്കെ 84 കാലഘട്ടങ്ങൾ ഞങ്ങളുടെ നാട്ടില്, നമ്മുടെ ബിജുമോന്റെ വൈഫൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ, ഒരു 4 ഷാപ്പ്, 4 ഊബഷാപ്പ്, 2 പട്ടക്കട, 1 ബ്രാൻഡിക്കട, 1 സിനിമാ തിയേറ്റർ, മോർണിംഗ് ഷോയെ, മാറ്റിനി, ഫസ്റ്റ് ഷോയെ, സെക്കൻഡ് ഷോ, 4 ഷോ നടക്കുന്ന ഒരു സിനിമാ തിയേറ്റർ, കുറേയേറെ ചട്ടമ്പിമാർ ഉള്ള ഒരു നാട്. ഇത്ര ഷാപ്പുണ്ടെങ്കിൽ തന്നെ അവിടെ തിരക്കാം. അതുപോലെ കള്ളുകുടിയന്മാരുള്ളൊരു നാട്. സ്തോത്രം. ഈ 82, 83, 84, 85 കാലഘട്ടങ്ങൾ ആശാരി ഉപദേശി ഉൾപ്പെടെ ശക്തന്മാരായ മേരി ഗോവൂര് കൊച്ചമ്മ ഉൾപ്പെടെയുള്ള അക്കാലത്ത് ദൈവം ഉപയോഗിച്ച ശക്തരായ ആളുകൾ നിരന്തരമായി കൺവെൻഷനുകൾക്ക് വന്ന് പ്രസംഗിക്കുകയും സഭകളിൽ വാര്യാപുരം ജോനാച്ചാൻ ഉൾപ്പെടെ, മാങ്ങാനം ജോസഫ് ഉപദേശിയെ പോലെയുള്ള, എടത്തുവ കുഞ്ചാനെ പോലെയുള്ള അറിയപ്പെടുന്ന അന്നത്തെ ദൈവദാസന്മാരുടെ പ്രവചന ശുശ്രൂഷയുള്ള യോഗങ്ങളൊക്കെ നടക്കുന്ന സമയം ഈ കള്ളുകൂടിയന്മാരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഈ ചട്ടമ്പിമാരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് നിങ്ങൾ വെച്ചിറക്കി വരാനൊക്കെ വരണം. ഒറ്റ ഷാപ്പുമില്ല, ഷാപ്പുമില്ല, ഉപഷാപ്പുമില്ല, പട്ടക്കടയില്ല, ബ്രാൻഡിക്കടയില്ല, തിയേറ്ററുമില്ല. ആ തിയേറ്ററാണ് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയമായി മാറിയത്. ഞാൻ എല്ലാ വർഷവും 2 കൺവെൻഷനിൽ അതിനകത്ത് പ്രസംഗിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ ഒരു ചലനം ദേശത്തുണ്ടാകാൻ തുടങ്ങിയാൽ ജനം പിടിപ്പിക്കപ്പെടും. പക്ഷെ ജനം പിടിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറച്ചു പേർക്ക് ഭ്രാന്തളകി. അത് പറയാനാ ഞാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു സഭകൾക്കെതിരെ. പക്ഷെ അതെല്ലാം അവർക്ക് ദോഷമായി വന്ന് സഭയെല്ലാം അങ്ങ് വളർന്നു. ഇന്നവിടുത്തെ ചർച്ചക്കോട് സഭ, IPC സഭ, ഷാരോൻ, അസംബ്ലീസ് ബോർഡ് എല്ലാം വലിയ 200 കുടുംബങ്ങൾക്ക് മേളിലുള്ള സഭകളാണ്. സ്തോത്രം. ഭ്രാന്ത് കയറുമ്പോ നീ എന്തോ ചെയ്യണമെന്നറിയാമോ? തനിച്ചു പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ പദം ഒന്നുകൂടെ വായിച്ചേ, 12ാമത്തെ. ഈ ഭ്രാന്തളകുന്ന സമയത്തിന്റെ പേരാ രാത്രി. ഇരുട്ടിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയ. ആ രാത്രി കഴിയുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ സകല ശക്തികളും നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, സഭയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ ശക്തിയോടെ വ്യാപരിക്കുമ്പോൾ ആ രാത്രി കഴിയുന്നത് വരെ നീ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇറങ്ങി വെളിപ്പെടുന്ന ഒരു വലിയ ദൈവകൃപയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോഴത്തേനെ സംഗതി അന്ന് ഇങ്ങനത്തെ വിമർശിക്കുന്ന എഴുത്തുള്ള ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവർ കഴിയുന്നത് പോലെ അവർ വിമർശിച്ചു. അവർ പറഞ്ഞു ഇവന് ഭൂതമാണ്. ആർക്ക്? കൈ സൗഖ്യമാക്കിയ പുള്ളിക്ക് ഭൂതമാണ്. വെറും ഭൂതമല്ല, ഭൂതങ്ങളുടെ തലവനാന്ന് പറഞ്ഞു. ഹലോ, അന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അതൊക്കെ പിറ്റോസ് തന്നെ വന്നേനെ. ഭൂതങ്ങളുടെ തലവൻ യേശു. അന്ന് രാവിലെ ഹെഡിങ് വന്നേനെ. നിങ്ങളെല്ലാം രാവിലെ വേദോസം വായിച്ചില്ല, അത് വായിച്ചേനെ. വേദോസം വായിക്കുമ്പോൾ നമുക്ക് സമയമില്ലല്ലോ, അതല്ലേ വായിക്കുന്നേ. കൈപൊക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അടുത്ത പുള്ളി എഴുതി, അവൻ മറിയയുടെ മോനല്ലേ.
അടുത്ത പുള്ളി എഴുതി അവൻ തച്ചന്റെ മോനല്ലേ. അടുത്ത പുള്ളി എഴുതി അവൻ വേശ്യാപുത്രനല്ലേ. ഇത് ആധുനിക യുഗം. അന്നത്തെ 2000 വർഷം മുമ്പ് ഇതെല്ലാം നടന്നെന്ന്. കൈ സൗഖ്യമാക്കിയവന്റെ പുറകെ ജനമെല്ലാം കൂടി നല്ല എന്ന് പറഞ്ഞെന്നല്ല, ജനത്തിനെല്ലാം കൂടെ ഭ്രാന്ത് കയറിയെന്ന്. ഹലോ, ദൈവപ്രവൃത്തി ഒരു പട്ടണത്തിൽ വെളിപ്പെട്ടാൽ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവപ്രവൃത്തി ഒരു പട്ടണത്തിൽ വെളിപ്പെട്ടാൽ, ദൈവപ്രവൃത്തി ഒരു സഭയിൽ വെളിപ്പെട്ടാൽ കുറെ പേർക്ക് ഭ്രാന്തളകും. പക്ഷെ നീ അടങ്ങിയിരിക്കരുത്. ആ രാത്രി കഴിയുവോളം നീ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുകയാ. ഇത് പ്രാർത്ഥിക്കാനുള്ള രാത്രിയാണ്. ഇത് പ്രാർത്ഥിക്കാനുള്ള രാത്രിയാണ്. അയ്യം വിളിച്ച് കരയാനുള്ള രാത്രിയോ. ഓ, 9:18 വായിച്ചു. 9:18. നമ്മൾ ഈ സഹപ്രവർത്തകരോടായാലും സഹശുശ്രൂഷകന്മാരോടായാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കാവും. ഹലോ, പുള്ളി അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കും. കൂടെയുള്ള 12 പേരോട് ഒരു കാര്യം ചോദിക്കാൻ പോവാ. നിസ്സാര കാര്യം. എടാ, നമ്മൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു, കാറ്റടക്കി കടലടക്കി, കഴിഞ്ഞ ആഴ്ച കൈ വരണവനെ സൗഖ്യമാക്കി, അതിന് മുമ്പത്തെ ആഴ്ച കൂനുള്ള അമ്മച്ചി നമ്മൾ നേരെ നിർത്തി, പിന്നെ 38 വർഷക്കാലത്തെ അവനോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു കിടക്കെടുത്തോണ്ട്. ഇതൊക്കെ ചെയ്ത് നമ്മളെ കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ അത് ചുമ്മാ ചോദിച്ചാ പോരെ? എല്ലാവരും എൻ്റെ കൂടെ ആണോ? പൊതുവെ നമ്മളെ കുറിച്ചുള്ള, നമ്മുടെ സഭയെ കുറിച്ചുള്ള അഭിപ്രായം എന്നാന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അല്ലെന്ന് തോന്നുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് പൊതുയോഗമല്ല, ഫെലോഷിപ്പിന്റെ യോഗമല്ല. കൂടുള്ളവരോട് പേഴ്സണൽ കാര്യം ചോദിക്കാൻ പോവാം. പക്ഷെ അത് ചോദിക്കുന്നതിന് മുമ്പ് പോലും യേശു എന്ത് ചെയ്തു? എന്തൊരു നല്ല മാതൃകയാണ്. നീ കമ്മിറ്റിയിൽ ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ പറയാവൂ. നിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സഭയായിരിക്കും, നിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള കമ്മിറ്റി ആയിരിക്കും. പക്ഷെ അവിടെ പോലും നീ ഒരു കാര്യം പറഞ്ഞതിന് മുമ്പേ യേശു ഒരു മാതൃക കാണിക്കുകയാണ്. അവൻ പ്രാർത്ഥി സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു. എന്തിനാ ചോദിച്ചെന്നറിയാമോ? ഒരാളെ മെയിൻ പാസ്റ്റർ ആക്കാൻ പോവാ. യേശു രക്ഷാധികാരി ഇപ്പോഴത്തെ അസിസ്റ്റന്റിനെ ചീഫ് പാസ്റ്റർ ആക്കാൻ പോവാ. എന്നിട്ട് ഈ കൈയിരിക്കുന്ന താക്കോൽ പുള്ളിക്ക് കൊടുക്കാൻ പോവാ. അതിന് മുമ്പുള്ള ആദ്യത്തെ ഓറൽ ടെസ്റ്റ് അല്ലേ? ഒരല്ലേലിയ പറഞ്ഞേ, നല്ലൊരു അല്ലേലിയ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശിഷ്യന്മാർ ഈ നാട്ടുകാരെഴുതിയെല്ലാം വായിച്ചത് കൊണ്ട് അതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു. കാരണം അവർ വേദപുസ്തകം വായിക്കുന്നില്ല. എല്ലാ ദിവസവും രാവിലെ വായിക്കുന്നത് എന്തുവാ? അതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു യേശുവിനോട്. ചെറിയ രമ്യാവെന്ന് പറയുന്നു, ചെറിയ ഏലിയാവെന്ന് പറയുന്നു, ചെറിയുടെ കഴുത്ത് വെട്ടി യോഹന്നാൻ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു, ചെറിയ മറിയയുടെ മോനാന്ന്, ചെറുത് അച്ഛന്റെ മോനാന്ന്, ചെറിയ ബെയ്യു സഭയിലാന്ന്, ഇങ്ങനെ നാട്ടുകാർ പലതും പറയുന്നു. യേശു പറഞ്ഞു, പറയുന്നവരെല്ലാം പറയട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പ്രാർത്ഥിക്കുന്നവനെ ഇതൊന്നും ബാധിക്കത്തില്ല. സ്തോത്രം പറയണം. എടാ, പ്രാർത്ഥിക്കുന്നവനെ ഇതൊന്നും ബാധിക്കത്തില്ല. ഉപവസിക്കുന്നവനെ ഇതൊന്നും ബാധിക്കത്തില്ല. ഏറ്റെടുക്കുന്നവരുടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്നും വിഷയമല്ല. ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു, അവനും അങ്ങനെ പറഞ്ഞു.
ഞാൻ ഇന്ന് അവനോടൊന്ന് ഇതൊന്നും യേശു പറഞ്ഞു പറയുന്നോ പറട്ടാവേ, നിങ്ങൾ എന്നോ പറഞ്ഞു. അതാ കർത്താവിന് അറിയണ്ടേ. എല്ലാ ഞായറാഴ്ചയും വന്ന് കർത്തൃമേശയൊക്കെ എടുക്കുന്ന നിങ്ങൾ എന്തുവാ പറയുന്നേ? ഹലോ. ഇപ്പൊ അവരെ 11 പേര് നിങ്ങളിപ്പോ ഇരിക്കുന്നവരിരുന്നു എന്ന് പറഞ്ഞ എന്തുവാ? നിങ്ങളുടെ മൗനം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുന്നതിന് ഈ പൊതുസഭ എനിക്ക് നൽകിയ അനുവാദമായി ഞാൻ കണക്കാക്കുന്നു എന്ന് കല്യാണം നടന്ന ആള് പറഞ്ഞ പോലെ സഭ മൊത്തം കൂടെ 11 പേരോട് മിണ്ടായിരുന്നു. എന്നെ മിണ്ടായിരുന്നറിയാമോ? നാട്ടുകാരുടെ അഭിപ്രായം ഞങ്ങളുടെയും. പണ്ട് വല്യമ്മ മുദ്രാവാക്യം വിളിച്ച പോലെ എല്ലാവരും മിണ്ടായിരുന്നു. വല്യമ്മയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയത്തില്ല. അതിന് വല്യമ്മ പറഞ്ഞു, പിള്ളാര് പറഞ്ഞത് ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ 11 പേരും മിണ്ടാതിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്ക് അഭിപ്രായമുണ്ട്. പറ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. ഒരല്ലേലൂയ പറയണം. നാട്ടുകാരുടെ അഭിപ്രായത്തിന്റെ കൂടെ ഒഴുക്കിന് അനുകൂലമായി ഒഴുകുന്ന ആളല്ല പത്രോസ്. അവൻ പറഞ്ഞ എനിക്ക് വേറിട്ടൊരു അഭിപ്രായമുണ്ട്. അത് പരസ്യമായി പറഞ്ഞപ്പോ കർത്താവ് തോളത്തോട്ട് പറഞ്ഞടാ, നീ അഭാഗ്യവാൻ. എടാ, ഞാൻ ഈ പരീക്ഷ ഇട്ടത് ഒരാൾക്കേ ജയമുള്ളൂ. ഞാൻ അവനെ എന്റെ താക്കോൽ ഏൽപ്പിക്കാൻ പോവാ. ഏത് താക്കോൽ അറിയാം? ലാസറെ പുറത്തു വരാൻ പറഞ്ഞ താക്കോൽ. യായിറോസിന്റെ കൊച്ചിനെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച താക്കോൽ. എല്ലാരും എന്റെ കൂടാണോ? പ്രൈസ് ദി ലോർഡ്. നൈലിലെ വിധവയുടെ കൊച്ചിനെ മഞ്ചത്തെ തൊട്ട് എഴുന്നേപ്പിച്ച താക്കോല് ഒരാൾക്ക് കൊടുക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള പരീക്ഷ താക്കോല് കൊടുക്കുന്നവൻ ആരാന്നറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, നിയോഗമില്ലാത്തവന്റെ ഈ കൊടുക്കാനിടയാകരുതേ എന്നാ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. നിങ്ങൾ എന്റെ കൂടെ ആണോ? തനിച്ച് പ്രാർത്ഥിച്ചോടുന്ന വിഷയം എന്നറിയാമോ? ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഉപയോഗിക്കാൻ പിതാവിനെ ഏൽപ്പിച്ച താക്കോൽ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അബദ്ധം പറ്റില്ല. കൊടുക്കേണ്ട എന്റെ കയ്യിൽ എന്ത് ചെയ്യണം? ഹലോ, ഇന്ന് രാത്രി സ്വർഗം അത് തരും. ഈ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ നിന്റെ പക്കൽ അത് ഏൽപ്പിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. പക്ഷെ നീ അതിനു മുമ്പേ ദൈവം ആരാന്നറിയണം, യേശു ആരാന്നറിയണം. ഹല്ലേലൂയ. അവനെ അപ്രിഷ്യേറ്റ് ചെയ്ത് വെച്ച് താക്കോൽ എടുത്തവൻ്റെ കൊടുത്തു. എന്ന് പറഞ്ഞു, മോനെ ഇത് വളരെ സൂക്ഷിച്ചോണം, കാരണം ഇവിടെ അഴിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിൽ അഴിയുന്നു. ഇവിടെ കിട്ടിയാൽ, ഹലോ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പത്രോസും യോഹന്നാനും കൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് സുന്ദരമെന്ന ദേവാലയത്തിൽ ചെന്നപ്പോഴേ വാതൊക്കെ ഇരിക്കുന്നതോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ലെന്നല്ല പറഞ്ഞു. മറ്റേ പുള്ളിയുടെ വീട്ടിലുണ്ടോ? ഊരിക്കാണും, പക്ഷെ അത് വിറ്റ് കാണണമെന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്ന് എടുക്കാൻ വേണ്ടി ലോക്കറി വെക്കുവോ വീട്ടിൽ വെക്കുവോ ഒക്കെ ചെയ്ത് കാണും, നമുക്കറിയത്തില്ലല്ലോ. ഹലോ. മറ്റൊരാളുടെ കാര്യം പറയാൻ പുള്ളി തയ്യാറായില്ല. പുള്ളി പറഞ്ഞു, എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നല്ല പറഞ്ഞേ, എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്വോത്രം പറയണം. നിനക്കുള്ളത് നീ വ്യാപാരം ചെയ്യാവുള്ളൂ. ശുശ്രൂഷ വ്യക്തിപരമാണേ. അത് ദൈവം വ്യക്തിപരമായി തരുന്നതാ. അത് നീ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ കയ്യെ പിടിച്ചപ്പോ നരിയാണി ഉറച്ചെന്ന് പറഞ്ഞ സംഭവം അറിയാമോ? അതാ 9-ാം അധ്യായത്തിൽ പുള്ളിക്ക് കൈമാറിയ സാധനം. നീ അഴിച്ചാൽ സ്വർഗത്തിൽ ഈ പുള്ളിയുടെ കെട്ട് അമ്മയുടെ വയറ്റി വെച്ചുള്ള കെട്ടാ. അങ്ങനെ എഴുതിയേക്കുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ്. അപ്പൊ കേസ് ജനിച്ചു കഴിഞ്ഞുണ്ടായതല്ല, ജനിക്കുന്നതിന് മുമ്പേ അകത്തു വെച്ച് കെട്ടി കെട്ടാ. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കെട്ട എവിടത്തെയാന്ന് അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഹലോ. ചിലതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള കെട്ടാന്ന്.
നമ്മൾ കാര്യം അറിയാതെ പോയി വെച്ച് പ്രാർത്ഥിച്ചോളൂ, നീ കെട്ടും മേടിച്ചോണ്ട് വരല്ലേ. സ്വതന്ത്രം എല്ലാരും പറയുന്നില്ല. ഇവന്റെ കെട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായതല്ല, കള്ളു കുടിച്ചുണ്ടായതല്ല, കോളേജിൽ പഠിക്കാൻ പോയപ്പോ റാഗിങ് ചെയ്തുണ്ടായതല്ല, അയലോകത്തെ ഗോപാലൻ ആഭിചാരം ചെയ്തുണ്ടായതല്ല, ഇസ്മായിൽ 4-ാം വേദക്കാരൻ ഇടത്തൂടെ കെട്ടിയുണ്ടായതല്ല. ഇവൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ പിശാച് കെട്ടിയതാ. ജീവിതകാലം മുഴുവൻ നാട്ടുകാർ ചുമ്മാനേൽപ്പിച്ച കേസാ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ജനിക്കും മുമ്പേ കെട്ടിയ കെട്ടായാലും ജനിച്ചു കഴിഞ്ഞു വന്ന കെട്ടായാലും അരിക്കാനുള്ള താക്കോല ദൈവം നിന്റെ കൈ തരുന്നത്. നീ ഇന്ന് രാത്രി പ്രാപിച്ചു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഓ ജീവാലമാന ദുഡാരബബബബസ് ഹല്ലേലൂയ. കയ്യിലുണ്ടോ താക്കോല്? കയ്യിലുണ്ടോ? ഉപയോഗിച്ചോ? അത് നിന്റെ പ്രാഗൽഭ്യ. യോനാച്ചൻ്റെയിലുണ്ടോ ഇല്ലയോ ചോദിക്കാം. ഞങ്ങൾ ഒന്നിച്ച ശുശ്രൂഷയൊക്കെ, പക്ഷെ താക്കോല് പുള്ളിക്കൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം കറക്റ്റായിട്ട് എന്റെ കയ്യിൽ തന്നതാ. അത് ഞാൻ നിനക്ക് തരികയാ. പ്രൈസലോ. കയ്യെ പിടിച്ചപ്പോൾ നരിയാണി ഉറച്ചു. എന്തോ ശുശ്രൂഷയാ. സ്തോത്രം. പുള്ളി ചുമ്മാ നടന്നു പോകുമ്പോ നിഴൽ ഷാഡോ അടിക്കുന്നവനെ ചാടി എഴുന്നേക്കുക. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി നീ വെറും കൈയോടെ മടങ്ങരുത്. ഒരധികാരത്തിന്റെ താക്കോൽ ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ 2 കരം ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഒരു 5 മിനിറ്റ് അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞേ. ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒമ്പതിന്റെ 28 വായിച്ചു. 9:28 വായിച്ചു. 28 വായിച്ചു. ആ ആ ആ ആ ആ മുഖം മാറി, പാപം മാറി, ആളത്വം മാറി, മല മാറി. കേറിയപ്പോൾ ഇരുട്ട് മൂടിയ മലയാ. പക്ഷെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ മല മിന്നി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മല മുഴുവൻ തേജസ് കൊണ്ട് മൂടിയെന്ന്. പ്രാർത്ഥിച്ചവന്റെ വസ്ത്രം ഉലകത്തിൽ ഒരു മനുഷ്യനെ അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ ശോഭയുള്ളതായി മാറിയെങ്കിൽ ഈ ഫെലോഷിപ്പിന്റെ യോഗത്തിൽ രൂപാന്തരങ്ങൾ നടക്കണം. ഹല്ലേലൂയ. ഓ റബല ബല ബല മന ബദുരദര ദരദര ദിബല ബരൗഷ സൈഡേ. ഹലോ, പ്രാർത്ഥനയിൽ രൂപാന്തരം നടക്കണം. പ്രാർത്ഥിക്കാൻ കയറിയ മല പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ പേര് മാറി രൂപാന്തരമല. രൂപാന്തരമല, മറുരൂപമല, രൂപം മാറിയ മല. ഹലോ, എന്തിനാന്നറിയാമോ? താഴെ ഒരു വലിയ പ്രശ്നമായിട്ടൊരു തന്ത വന്ന് നിപ്പുണ്ട്. ഞാൻ ആ തന്ത എന്നൊക്കെ പറയുന്ന റാന്നിക്കാരുടെ ഒരു ഭാഷ ഉപയോഗിച്ച പിണങ്ങൊന്നും ചെയ്യല്ല. ഒരു കൊച്ചൻ ആ മനുഷ്യനുണ്ട്. അവന് പലപ്പോഴും തീരും, പലപ്പോഴും വെള്ളത്തിലും ഇട്ട് കൊല്ലാനുള്ളൊരു വ്യാപാരം ആ ചെറുക്കൻ്റെ ദേഹത്ത് കയറിയേക്ക. അത് വന്നാൽ അവൻ ഞൊരച്ച് പതച്ച്. ഹലോ, സാധാരണ കേസല്ല. ഉയരത്തിലെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട രൂപാന്തരം താഴ്വരകളിലെ ചില കെട്ടടിക്കാനായിട്ടാ. ശിഷ്യന്മാർക്ക് കഴിയാത്ത ചില വിടുതലുകൾ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ചെയ്യാൻ കഴിയും.
ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പട്ടണത്തിൽ ചില പിതാക്കന്മാർ, ചില മാതാക്കൾ, ചില തലമുറകളെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ആത്മാവ് ദൂത് പറയുകയാ, കരയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ മറുരൂപമലയിൽ പ്രാർത്ഥിച്ചവനെ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ റാന്നിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഈ താഴെ നിൽക്കുന്ന 9 പേര് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. കാരണം നാട്ടുകാർ മൊത്തം കൂടി 9 വളഞ്ഞേക്കുക. നിങ്ങൾ ഫെലോഷിപ്പിനെ കൂട്ടായ്മക്കാരല്ലേ? ഹലോ, എന്തുകൊണ്ട് സൗഖ്യമാക്കാൻ ഒക്കുന്നില്ല? ചെറുക്കനോട് കിടന്ന് പടയ്ക്കുക. തന്ത വിഷമിച്ച് നിൽക്കുന്നു. ശിഷ്യന്മാർ 9 എണ്ണം ഞെട്ടി നിൽക്കുന്നു. സ്തോത്രം. ഇപ്പോൾ അവർക്ക് തോന്നി അന്നേരം സൂമിനകത്ത് ഇരിക്കണ്ടായിരുന്നു, കൂടെ കയറി അങ്ങ് പോയാൽ മതിയായിരുന്നു. ഹലോ, ഈ 9 അവന്മാരും കൂടെ കയറിപ്പോരുന്ന ഈ പ്രശ്നം താഴെ ഉണ്ടാവൂ? എൻ്റെ കൂടെ ആണോ? അപ്പൊ ഇവര് വിചാരിച്ചു നിങ്ങൾ 5-8 പേര് മെനക്കെട്ട് നിൽക്കുന്ന വേറെ പണിയില്ലാത്തവരൊക്കെ പോയി പ്രാർത്ഥിച്ചു, ഞങ്ങൾ സൂമിലൂടെ എന്ത് ചെയ്തോളാം, ലൈവ് പിന്നാണെങ്കിലും കാണാമല്ലോ. ഹലോ, പക്ഷെ 9 നാട്ടുകാർ വളഞ്ഞു. നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാട്ടുകാർ നിന്നെ വളയും. കറക്റ്റ് ദൂതാ, ഏറ്റെടുത്ത് ആരാധിച്ചോണം. ബന്ധിക്കോസുകാരോട് ഞാൻ പറയുക, നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാട്ടുകാർ നിന്നെ വളയും. ഓ ഹല്ലേലൂയ. യേശു ഇറങ്ങി വന്നപ്പോ താഴെ ഭയങ്കര പ്രശ്ന. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യേശു ചോദിച്ചു, എന്താ അവിടുത്തെ വിഷയം എന്നാ? ഉടനെ പറഞ്ഞു, വിഷയം വളരെ ഗൗരവമാണ്. നിന്റെ ശിഷ്യന്മാരോട് ഞങ്ങൾ കുറച്ച് നേരമായിട്ട് പറയണം ഇവനെ നോക്കിയാക്കാൻ. അമാരെന്താ തൊട്ട് ആട്ടുകയും തുപ്പയും തലയിട്ട് കുലുക്കുകയും ഭയങ്കര ബഹള. പക്ഷെ ഒന്നിവിടെ, നീ ചുമ്മാ കുലുക്കിയാലൊന്നും കേസ് തീരത്തില്ല. പ്രാർത്ഥിക്കാത്തവനെ കൊണ്ട് കുലുക്കുകയും ചെയ്യല്ല. ഹലോ, എടാ, വേറിട്ട് പ്രാർത്ഥിക്കാത്തവൻ ചുമ്മാ വന്ന് തലയെ വെച്ച് കൈ കുലിക്കാണ്, നീ തല വെച്ച് കൊടുക്കാൻ ഇരിക്കുകയല്ലേ? വെക്കാത്ത താമസം നീ നിൽക്കാൻ വീഴാൻ വരെ നീ തയ്യാറായി നിൽക്കുക. ചെറുക്കൻ പൂ തുടങ്ങിയിട്ടാ വീണേ, നീ അല്ലാതെ വീഴാൻ നിൽക്കുക. നീ വെയിറ്റ് ചെയ്യ്. പ്രാർത്ഥിക്കുന്ന ഇറങ്ങി വരുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാവുന്നവൻ പ്രാർത്ഥിച്ചേച്ച് വരുന്നുണ്ട്. പ്രാർത്ഥിച്ചേച്ച് വരുന്നവൻ 1 സെക്കൻഡ് മതി കേസ് തീർക്കാൻ. മനസ്സിലാകുന്നതിലെ സ്വത്രം പറയാവുള്ളൂ. നിനക്ക് വലിയ വിഷയമായിരിക്കും, പ്രാർത്ഥിക്കാത്ത 9 ശിഷ്യന്മാർക്ക് വിഷയമായിരിക്കും. പക്ഷെ പ്രാർത്ഥിച്ചോണ്ട് ഇതൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. എന്റെ പൊന്ന് കൂടപ്പറപ്പ്, ഏത് വിഷയം പ്രാർത്ഥിക്കുന്നവന് വിഷയമല്ല. അവൻ ആത്മാവി കൽപ്പിച്ചാൽ അഴിയാത്ത പോരില്ല. ഓ റബല രഗല രഗദേ രൗഷേ റിമനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾക്ക് പോകാൻ സമയമായോ? ആയല്ലേ? നമ്മളെടുത്ത് കുറിവാക്കത്തെ തൊട്ടിട്ടില്ല. നാളെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് വരണ്ടെന്നൊരു തീരുമാനം വന്നിട്ടില്ല നാളെ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ അവനെ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ആ കേസ് ഇഞ്ഞു കൊണ്ടുവാ. ആ സെക്കൻഡ് സൗഖ്യമാക്കി. ദേശം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് അവന്റെ കാൽ ചുവട്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പിന്നെയും പ്രാർത്ഥനയാണ്. ഇപ്പൊ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ കൂടെ എന്ത് ചെയ്യണം? ഈ മറുരൂപമല കയറിയപ്പോ ഇവർക്ക് ഇങ്ങനെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കേസിനകത്ത് ഇവർ അകപ്പെട്ടപ്പോ ഇപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടെ എന്ത് ചെയ്യണം? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞറിയാമോ? നാട്ടുകാര് വളഞ്ഞ് കൈകാര്യം ചെയ്തപ്പോ. നീ ഇപ്പം പ്രാർത്ഥിക്കുന്നില്ല, കുഴപ്പമില്ല, കൈകാര്യം ചെയ്യും. എന്നാലും തന്നെ പ്രാർത്ഥിച്ചോടുന്നേ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3.5 വർഷമായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ. ഉണ്ടോ? എന്നെക്കാട്ടിൽ വേദപുസ്തക പരിജ്ഞാനമുള്ള നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ 3.5 വർഷമായിട്ട് കർത്താവ് പ്രാർത്ഥിക്കല്ലേ? എപ്പോഴെങ്കിലും ചെന്ന് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ? പക്ഷേ മറൂമലയുടെ താഴ്വരെ നാട്ടുകാർ കൈകാര്യം ചെയ്തപ്പോൾ ഇപ്പൊ അവർക്ക് മനസ്സിലായി തിയോളജി മാത്രം പോരാ, പാറയെല്ലാരും കൂടെ എന്നെ കൊണ്ട് തന്നെ ഇതിലൂടെ പറയിപ്പിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ലീഡർ ഇതെല്ലാം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ ലീഡറെ ഞങ്ങളെ കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈ ഫെലോഷിപ്പിന്റെ ഈ ആഴ്ചത്തെ യോഗത്തിൽ എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സന്തോഷമുള്ള കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്നവനെ നോക്കിയ കർത്താവ് പറഞ്ഞു, എന്റെ പ്രാവേ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ കണ്ണ് ഞാനൊന്ന് കാണട്ടെ, നിന്റെ ശബ്ദം ഞാനൊന്ന്. ആരുടെ? പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. ഇന്ന് രാത്രി ചിലർ ശബ്ദം കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ചിലർ നിലവിളി കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കടുംതൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ആദാം പാപം ചെയ്തിട്ട് ദിവസങ്ങളായി കാണും. തെറ്റിദ്ധരിക്കല്ലേ, വിഷയം ഉണ്ടാക്കല്ലേ, എൻ്റെ ഒരു അഭിപ്രായം പറയാം. പക്ഷെ അവന് പാപബോധം ഉണ്ടായതെപ്പോഴാണെന്നറിയാമോ? തോട്ടത്തിൽ അവന്റെ കാലൊച്ച കേട്ടപ്പോൾ അവൻ നഗ്നനാകയാൽ. ഒന്ന് ശ്രദ്ധിച്ചേ, കാലൊച്ച കേൾക്കുന്നതിന് മുമ്പേ പുള്ളി ആരാ? പാറ. ആർക്കും ഡൗട്ടുണ്ടോ? അവൻ എൻ്റെ റോബിൻ ഭാർഷ എപ്പോ പാപം ചെയ്തു അപ്പോൾ അവൻ ആരായി? പക്ഷെ അവനെ തോന്നിയത് എപ്പോഴാണെന്നറിയാമോ? തോട്ടത്തിൽ അവന്റെ ആ സഭയ്ക്കകത്ത് അവന്റെ കാലൊച്ച കേൾക്കണം. ഹലോ എടാ, പരിശുദ്ധാത്മാവിന്റെ കാലൊച്ച കേൾക്കണം. ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ കേൾക്കണം. കെട്ടിയടച്ച തോട്ടമായ സഭയിൽ അവന്റെ കാലൊച്ച കേൾക്കുമ്പോഴേ ജനത്തിന് പാപബോധം ഉണ്ടാകത്തുള്ളൂ. അവൻ ഓടിപ്പോയി ഒളിച്ചു. ദൈവം ചോദിച്ചു, നീ എവിടാടാവേ? അവൻ പറഞ്ഞു, ഞാൻ നഗ്നനാകയാൽ. എപ്പോഴാ? ഇപ്പൊ എന്നെ അങ്ങനെ നമുക്ക് തോന്നാത്ത? സഭയ്ക്കകത്ത് പാസ്റ്ററുടെ ശബ്ദമുണ്ട്, അസിസ്റ്റന്റ് പാസ്റ്ററുടെ ശബ്ദമുണ്ട്, വിശ്വാസിയുണ്ട്, കൊയറിന്റെ ഉണ്ട്, റംസെറ്റിന്റെ ഉണ്ട്. പക്ഷെ ആരുടെ ഇല്ല? നിങ്ങൾ മിണ്ടുന്നില്ല. പണ്ട് സഭയ്ക്കകത്ത് ആരുടെ ശബ്ദം ഉണ്ടായിരുന്നു? അന്നേരം അവര് ചോദിക്കും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്തോ ചെയ്യണം? ഇന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അവരെന്തോ കേട്ടു? ആത്മാവിന്റെ ശബ്ദം കേട്ടു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശബ്ദം കേട്ടാൽ, അവന്റെ കാലൊച്ച കേട്ടാൽ, ഉടമനമനകദുരജാലകൾ കമാന വൈഡപ്രമനെ അധികാരകൾ ശബ്ദരെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയോ. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഹബക്കൂക്ക് കരയുകയാണ്. എന്തിനറിയാമോ? കർത്താവ് ഈ പ്രാവശ്യമെങ്കിലും വിസിറ്റിംഗ് വന്ന് ഞങ്ങൾക്ക് എമിഗ്രന്റ് ആകാനുള്ള വഴി ദൈവം തുറക്കണേ എന്ന് പറഞ്ഞല്ല കരഞ്ഞേ. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ മൂത്ത കൊച്ചനെ പ്രായക്കൂടുതലായിട്ട് കൊണ്ടുവരാമത്തില്ല. ഈ പ്രാവശ്യം പെണ്ണ് കെട്ടിയാണെങ്കിലും അവനെ കൂടെ കൊണ്ടുവരാൻ ഒരു വഴി തുറക്കണേ, അതിനല്ല കരഞ്ഞേ. ഹലോ, നിങ്ങൾക്കെല്ലാവരും ഗൗരവമായല്ലോ. ഇവന്റെ കരച്ചിൽ നാട്ടിലെ വിഷയം നിങ്ങൾ വായിക്കണം. സ്തോത്രം. യോശിയാവെന്ന് പറയുന്ന ഒരു പയ്യൻ രാജാവായി.
അവന്റെ പ്രായം 8 വയസ്സ്. എത്ര? 8 വയസ്സ്. രാജാവായോന് എന്തുമായിരിക്കും പറയുന്നത്? എനിക്ക് വൈകിട്ട് ഡാഡി വരുന്ന ഉടനെ ചൈനയുടെ ഒരു JCB പോലുള്ള വണ്ടി മേടിച്ചോണ്ട് വരണം. ഹലോ, 8 വയസ്സുള്ള കൊച്ചൻ എങ്ങനെ ആയിരിക്കും ഭരിക്കുന്നേ? 8ാമത്തെ വയസ്സിൽ യോശിയാവ് ആരായി? രാജാവായി. പക്ഷേ വയസ്സ് 8 ഉള്ളെങ്കിലും അടുത്ത വാക്കിൽ ദൈവത്തിന് ഹിതകരമായത് ചെയ്തു. ഒരല്ലേലൂയ പറയണം. എന്തിനാച്ചാ ഒത്തിരി പ്രായം കൂടി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നതിനെക്കാട്ട് നല്ലതല്ലേ? വയസ്സ് 8 ഉള്ളെങ്കിലും അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. പക്ഷെ ദേശത്തിന്റെ സ്ഥിതി നിങ്ങൾ അതിന്റെ 3-4 ഒന്ന് വായിച്ച് ഞാൻ നിർത്തുക. അപ്പം ദേശത്ത് തന്നെ ഉണ്ട്. അടുത്തത് പീഡനം, നീതികേട്, പീഡനം, കവർച്ച, സാഹസം, കലഹം, ശണ്ട. സഭയ്ക്കകത്ത് ഇപ്പൊ എന്തോ ഇല്ല, ന്യായപ്രമാണം അയഞ്ഞുപോയി. എന്തോ ന്യായപ്രമാണം അയയെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ മോശം എളുപ്പം ഇറങ്ങിച്ചല്ലേ അകരവും ജനത്തിന്റെ അതാ ന്യായപ്രമാണം അയയെന്ന് പറഞ്ഞു. 3 കെട്ടിയാലും കുഴപ്പമില്ല, വന്നാ മതി. 4ാമത്തത് ഞാൻ തന്നെ നടത്തിത്തരാം, അതിനൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഹലോ, മിണ്ടുന്നില്ല. പറഞ്ഞു ഇടുവോ ഇടാതിരിക്കുവോ, ക്യൂടെക്സ് വരട്ടുവോ, പൊട്ട് തൊടുവോ, സിനിമ കാണുവോ കാണാതിരിക്കുവോ, വീട്ടിൽ വെച്ച് അടിക്കുവോ അടിക്കരുത്. ഞായറാഴ്ച കർത്തൃ സമയത്ത് മാത്രം അടിക്കരുത്. അത് ന്യായപ്രമാണം അയഞ്ഞു എന്ന് പറയുന്ന ഉപദേശിക്ക് പിന്നെ പ്രോഗ്രാം കിട്ടത്തില്ല. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നില്ല. എനിക്ക് പ്രോഗ്രാം വേണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. ഇഷ്ടം പോലെ കൺവെൻഷൻ വിളിക്കാം, ഞാൻ 2 ആഴ്ചക്കകം പോവാം. പ്രോഗ്രാം വേണ്ട, അതുകൊണ്ടാ തീർത്ത് പറയുന്നത്. ഇനിയും വരാനൊക്കെ ഒന്ന് ആർക്കറിയാം? ഹലോ, ഹബക്കൂക്ക് നോക്കിയപ്പോൾ ദേശത്ത് പീഡനം, അനീതി, കലഹം, ശണ്ട, ന്യായപ്രമാണം അയഞ്ഞു. അടുത്തത് ഇതെല്ലാം കൂടെ പുള്ളി പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒറ്റ അലറിച്ച, അയ്യോ ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ. എന്റെ പുള്ളിയുടെ വിഷയം സങ്കടം എന്നറിയാമോ? 2-ാം വാക്യം വായിച്ചേ. ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ആലറിക്കരഞ്ഞു, അയ്യം വിളിച്ചു കരഞ്ഞു. നാട്ടുകാരുടെ വിഷയം കണ്ടോണ്ടാ, തന്റെ പേഴ്സണൽ വിഷയം അതിനകത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഹബക്കൂക്ക് തന്റെ പേഴ്സണൽ കാര്യത്തിനല്ല കരയുന്നേ, ദേശത്തെ അനീതി കണ്ട് കരഞ്ഞു. 2-ാം അധ്യായത്തിൽ കരച്ചിന് തുടർന്നില്ല. 7 ദിവസമല്ല, 7 ദിവസം കരയാമെന്ന് വിചാരിച്ചില്ല. 2-ാമത്തെ ദിവസം കൊത്തളത്തിൽ കയറി, പ്രാർത്ഥനാ മുറി കയറി, കാവൽമാടത്തിൽ കയറി. വീട്ടിൽ കാവൽമാടം ഉണ്ടോ? നിന്റെ പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാവൽമാടം വീട്ടിലുണ്ടോ? നിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന കാവൽമാടം വീട്ടിലുണ്ടോ? ഹലോ, സെക്യൂരിറ്റി റൂം ഉണ്ടോന്ന്? അയ്യം വിളിച്ച് കരഞ്ഞവന് കാവൽമാടമുണ്ട്. ആ കാവൽമാടത്തിലെ പ്രാർത്ഥനയെ പിള്ളേരെ ഇതുവരെ ശത്രു തൊടാത്ത. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നിനക്ക് കാവൽമാടമുണ്ടോ? കരയുന്നവൻ കാവൽമാടത്തിൽ കയറി തന്റെ നിലവിളിക്ക് ഉത്തരമുണ്ടോന്നറിയാൻ കൊത്തളത്തിൽ കാവലിരുന്നു. ദൈവം അവനെ വിളിച്ചു, ഹബക്കൂക്കേ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ. ആ വാക്യമാണ് പൗലോസിനെ റോമാലേഖനം എഴുതിച്ച്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു കൊച്ചു വാക്യമാ നമ്മുടെ കയ്യിലെ റോമാലേഖനം. ആ റോമാലേഖനം മാർട്ടിൻ ലൂതർ വായിച്ചതാ നമ്മുടെ സഭയുണ്ടായത്. നിങ്ങൾ മിണ്ടുന്നില്ല. പാരമ്പര്യങ്ങളുടെ കോട്ട അഴിച്ചു പൊളിച്ചത് ഈ ഒരു ഭക്തന്റെ നിലവിളിയാ. ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ പട്ടണത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ. ഞാൻ നിർത്തട്ടെ.
ഇപ്പോൾ എന്തുവാ? അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളി അനുഭവം തരുന്നില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകുന്നു, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, നശിച്ചു പോകുന്നു. ഹലോ, ദേശത്ത് പീഡനം വർദ്ധിച്ചപ്പോൾ, ശണ്ഠയും കലഹവും അനീതിയും ന്യായപ്രമാണം അയഞ്ഞപ്പോൾ ഫലങ്ങളെല്ലാം നിന്നു. ഇപ്പൊ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. സഭയ്ക്കകത്ത് ഫലങ്ങളൊന്നുമില്ല. ഇനി ആരെങ്കിലും പിള്ളേർ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായിട്ട് നവോമി രൂത്തിനോട് പറഞ്ഞ പോലെ വേണം നമുക്ക് സ്നാനം നടത്താൻ. നല്ലൊരു 10-12 ആകാതെ അങ്ങനെ മുക്കുന്ന പിടിച്ച്. ഹലോ, അത്തിവൃക്ഷം നിങ്ങൾക്കൊന്നും മിണ്ടാൻ ഒക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ കരഞ്ഞവൻ പറയാണ്, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കരഞ്ഞവനെ ആനന്ദിക്കാൻ കഴിയത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവനെ ആനന്ദിക്കാൻ കഴിയത്തുള്ളൂ. ഈ കൺവെൻഷൻ, ഈ യോഗം കഴിയുമ്പോൾ സഭ ആനന്ദിക്കണം, സഭകൾ ആനന്ദിക്കണം, അഭിഷക്തന്മാർ ആനന്ദിക്കണം. എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. അലറിക്കരഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞേ, അലറിക്കരഞ്ഞു തുടങ്ങി. കാത്തിരുന്നു, ആനന്ദിച്ചെഴുന്നേറ്റു. ഈ 7 ദിവസം കഴിയുമ്പോൾ ആനന്ദിച്ചെഴുന്നേൽക്കണം. ഒരു സഭയല്ല, ഈ പട്ടണത്തിലെ മുഴുവൻ സഭകളും ആനന്ദിച്ചെഴുന്നേൽക്കണം. ചില രോഗത്തിന്റെ കെട്ടി ഈ രാത്രി അഴിയുകയാ, ചില ശാപത്തിന്റെ കെട്ടി ഈ രാത്രി അഴിയുകയാ, ചില അന്യായ ബന്ധനങ്ങൾ ഈ രാത്രി അഴിയുകയാ, ചില പൈശാചിക പോരുകൾ ഈ രാത്രി അഴിയുകയാ. ഓ ജീസസ്. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങയുടെ മഹത്വം ഈ പട്ടണത്തിൽ ഇറങ്ങി വെളിപ്പെടട്ടെ. ഈ വചനം വിടുതലായി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.